ഹലോ യൂട്യൂബ്, നമസ്കാരം. ദിസ് ഇസ് നന്ദൻ ആൻഡ് വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് വ്ളോഗ്സ്. വിനീത് ശ്രീനിവാസൻ മലയാള സിനിമയിലെ ഒരു മജീഷ്യൻ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ യെസ് എന്ന് മാത്രമേ പറയും. ഒട്ടും മാമാന്തിക്കാതെ പറയും, യെസ്, ഈസ് എ മജീഷ്യൻ. ശരിക്കും നമുക്കറിയാം, ശ്രീനിവാസന്റെ മകൻ ശ്രീനിവാസ് എന്ന് പറയുന്ന ഒരു ലെജൻഡ് ആക്ടർ, സംവിധാനം അല്ലെങ്കിൽ കഥാകൃത്ത്, തിരക്കഥ, സംഭാഷണമൊക്കെ എഴുതി എന്താ പറയാ, ആ ഒരു ലെജൻഡറി ആക്ടറിന്റെ മകൻ നമ്മൾ നമ്മൾ ഒരിക്കലും മൂപ്പരൊന്നും ഇതിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇതിൽ കൂടുതലേ പ്രതീക്ഷിക്കുന്നുള്ളൂ. നമ്മൾ മലർവാടി ആർട്സ് ആൻഡ് ക്ലബ്ബ് കാണുമ്പോഴും ഹൃദയം കാണുമ്പോഴും അല്ലെങ്കിൽ തട്ടത്തൈര് മറയത്തൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു ഫ്രഷ് ഫീല് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ലാത്ത ഒരു കഥ, അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങളും അഭിനേതാക്കളും ആ ഒരു മൊത്തത്തിലുള്ള ക്രൂ ആണെങ്കിലും നമുക്ക് 2.5 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ ചിരിച്ചിട്ടും അല്ലെങ്കിൽ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും നമ്മളെ ഹൃദയത്തെ അങ്ങോട്ട് എടുക്കും, നമ്മളെ മനസ്സിനെ അങ്ങോട്ട് കീഴ്പ്പെടുത്തി കളയുന്ന ഒരു സംഭവമുണ്ട്. അതാണ് വിനീത് ശ്രീനിവാസന്റെ ഒരു സിനിമ മാജിക് എന്ന് പറയുന്നത്. വിനീത് ശ്രീനിവാസൻ ആൻഡ് ഫ്രണ്ട്സ് അവതരിപ്പിക്കുന്ന എന്ന് പറഞ്ഞൊരു ടൈറ്റിലോട് കൂടിയാണ് എല്ലാ സിനിമകളും, വിനീത് ശ്രീനിവാസൻ സിനിമകളും പുറത്തേക്ക് വരുന്നത്. ഇതും അതേപോലെ തന്നെ സിനിമ നമുക്കറിയാം. സോ വിനീത് ശ്രീനിവാസന്റെ സിനിമയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ അഭിനേതാക്കൾ, അത് ആക്ടേഴ്സ് ആവട്ടെ ആക്ട്രസ് ആവട്ടെ, അവരെ നമുക്ക് ഈ സിനിമയിലും കാണാം. അതുകൂടാതെ നമുക്ക് സർപ്രൈസ് ആയിട്ട് നമ്മളെ സർപ്രൈസ് അടിപ്പിക്കുന്ന ചില ആൾക്കാരുടെ രംഗപ്രവേശനം കൂടി ഈ സിനിമയിലുണ്ട്. മിന്നിമായുന്നുണ്ട്, എല്ലാവരും അവിടെ ഇവിടെ മിന്നിമായുന്നുണ്ട്. അത് ഭയങ്കര ഒരു ഗംഭീരമായ വർക്കാണ്. ബിക്കോസ് വിനീത് ശ്രീനിവാസന്റെ ആ ഗ്രൂപ്പ്, അല്ലെങ്കിൽ അവർ പണ്ട് മുതൽക്കേ ഉള്ള ആ ഗ്രൂപ്പ്, ഇപ്പൊ മലർവാടിയിൽ നിവിനെയും അല്ലെങ്കിൽ അജു വർഗീസിനൊക്കെ ലോഞ്ച് ചെയ്യുന്നത് വിനീത് ശ്രീനിവാസനാണ്. ബേസിൽ ജോസഫ് ആണ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആണ് വിനീത് ശ്രീനിവാസന്റെ കൂടെയാണ് തുടങ്ങിയത്. നിവിൻ പോളി അങ്ങനെ ഇപ്പൊ നായകൻ വേഷത്തിലേക്ക് എത്തി, അജു വർഗീസ് എത്തി, അങ്ങനെ തുടങ്ങി. അപ്പൊ പ്രണവിനെ വെച്ച് ഹൃദയം ചെയ്തു, ഇതിലും പ്രണവ് വരുന്നു. സോ അതൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടിരുന്നുണ്ട്. ആ ഒരു എംപയർ അല്ലെങ്കിൽ അവെഞ്ചേഴ്സ് പോലെ. വിനീത് ശ്രീനിവാസന്റെ അവെഞ്ചേഴ്സ് ആണ് ഇതൊക്കെ. അങ്ങനെയാണ് ഈ സിനിമയിൽ നമുക്ക് ഉടനീളം കാണാൻ പറ്റുന്നത്. സിനിമയുടെ തുടക്കം മുതൽ തന്നെ നമുക്ക് ആ ഒരു ഫീൽ ഗുഡ് വൈബ്, അല്ലെങ്കിൽ തട്ടത്തിമറയത്തും മല ഹൃദയവും അല്ലെങ്കിൽ മലർവാടിയിലും കാണുന്ന സമയത്ത് എന്താ പറയാ, ആ നാട്ടുംപുറങ്ങളൊക്കെ കാണിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ഡയലോഗ് ആണെങ്കിലും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എല്ലാത്തിലും ഒരു വിനീത് ശ്രീനിവാസന്റെ ടച്ച്, ആ പഴയ സിനിമകളിൽ കാണുന്ന ഒരു ടച്ച് ഇതിലും വളരെ വ്യക്തമായിട്ട് കാണാം. അതേപോലെ ചെന്നൈ, ആ ഒരു കോയമ്പത്തൂര്, ചെന്നൈ, തമിഴ്, ആ ഒരു സംഭവം ഇതിന് കറക്റ്റായിട്ട് നമ്മൾ ട്രെയിലറിലും കണ്ടതാണ്. പിന്നെ ഇതിലെ പാട്ടിലേക്ക് പറഞ്ഞാൽ അതിഗംഭീര പാട്ടുകളാണ് ഉള്ളത്. ബിക്കോസ് എല്ലാം ആപ്റ്റ് ആവുന്ന പാട്ട്, ആ പാട്ടൊക്കെ പ്ലേസ് ചെയ്യുന്ന സംഭവം, ആ സിറ്റുവേഷനും പ്ലേസിംഗും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ മറ്റേ മധു പകരൂ എന്നുള്ള പാട്ട്, അതിലാണ് പ്രണവ് മോഹൻലാൽ ഇൻട്രഡക്ഷൻ കാണിക്കുന്ന സമയത്ത് കറക്റ്റ്. ലാലേട്ടനൊക്കെ എല്ലാം ഉടനീളം ഈ 3 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിന്റെ സിനിമയിൽ പ്രണവ് മോഹൻലാലിനെ കാണിക്കുന്ന എല്ലാത്തിനും നമുക്ക് ലാലേട്ടനെ കാണാം. ഏതൊക്കെയൊക്കെയോ സിനിമയിൽ മിന്നി മറഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ആ ലാലേട്ടന്റെ മുഖം കറക്റ്റ് പ്രണവിലെ നമുക്ക് ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും, 100% ആയിട്ട് ഫീൽ ചെയ്യും. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും അതിന്റെ ഫ്രെയിംസ് ആണെങ്കിലും ഒരു രക്ഷയില്ല. ബിക്കോസ് ഇതിൽ പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ട്. ഇതിൽ 1970-80കളിലെ ആ ഒരു ചെന്നൈ അല്ലെങ്കിൽ കേരളത്തിലെ അവരെ ചെറുപ്പം കാണിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പത്തെ പ്രസന്റ് സിറ്റുവേഷൻ വരെ സിനിമാ കാലഘട്ടം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സോ അതിൽ ആ പഴയ കാലഘട്ടം കാണിക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു കോളേജിൽ, തലശ്ശേരിയിലെ ഒരു കോളേജിലെ സീൻസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവരെ അറ്റയറിലും അവരെ മേക്കപ്പിലും, അത് കഴിഞ്ഞിട്ട് 2 കാലം കാണിക്കുന്ന സമയത്ത് ആ മേക്കപ്പിലൊക്കെ കറക്റ്റ് ആയിട്ട് വിഗ് വെച്ചിട്ടുള്ള ഒരു കളിയും ഇല്ല, അങ്ങനത്തെ ഒരു കളിയല്ല. കറക്റ്റ് മുഖത്ത് ഇവർക്ക് വയസ്സായി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആർട്സ് വർക്കും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതാ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇതിന്റെ കഥ എന്താണ് ഇതിന്റെ ഒരു സംഭവം എന്നില്ല എല്ലാവർക്കും പിടികിട്ടും. ഞാനും ഇന്ന റിയാക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 2 സുഹൃത്തുക്കള്, അവർക്ക് സിനിമാ മോഹം, അവർക്ക് കലാപരമായ കഴിവുണ്ട്, അവർ സിനിമാ മോഹമായി ചെന്നൈ കോടാമ്പകത്തേക്ക് പോകുന്നു. അവിടെ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ, അവരുടെ മാറ്റങ്ങൾ, അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, സിനിമയാണ് ബേസ്. അതിന് അവസാനം എന്താണ് സംഭവിക്കുന്നില്ല 2 കാലഘട്ടങ്ങളിലായിട്ട് കാണിക്കുന്നുണ്ട്. 1970-80കളിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ 2024 ഇന്നേ ദിവസം എന്താണ് നടക്കുന്നത് അതുവരെ കറക്റ്റായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഫണ്ണായിട്ട് അവർ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കയ്യടി കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇനി ഇതിലെ അഭിനേതാക്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് മാർക്ക് ഞാൻ കൊടുക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണ്. ബിക്കോസ് ധ്യാൻ ശ്രീനിവാസന്റെ കരിയറിൽ ഇതൊരു വല്ലാത്തൊരു മൈൽ സ്റ്റോൺ ആയിട്ട് മാറും. അത് തന്റെ സ്വന്തം ചേട്ടൻ തന്നെ ഇങ്ങനത്തെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി, ഇങ്ങനത്തെ ഒരു വലിയ സിനിമ ധ്യാനിനെ ശരിക്കും ആ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്ത്, അല്ലെങ്കിൽ ധ്യാനിനെ ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ച് ചെയ്ത ഒരു കൊടുത്തൊരു കഥാപാത്രമാണ് ഇതിലെ വേണു എന്നുള്ളൊരു കഥാപാത്രം. അത് കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് ധ്യാൻ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ധ്യാനിനെ സംബന്ധിച്ചോളം ശരിക്കും നമ്മൾ കുറെ ചളി സിനിമകൾ മൂപ്പരിക്ക് കുറച്ച് 2-3 കൊല്ലമായിട്ട് കുറെ ചെയ്തിട്ടുണ്ട്.
പക്ഷെ മൂപ്പർ ഒരു വെർസറ്റൈൽ ആക്ടർ ആണെന്ന് തെളിയിക്കാൻ ഈ ഒരൊറ്റ സിനിമ മതി. ബിക്കോസ് മൂപ്പർ എത്ര ചളി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ കഥാപാത്രത്തോടും മൂപ്പർ ഒരു കൊടുക്കുന്ന ഒരു നീതിയുണ്ട്. അത് കറക്റ്റ് ആയിട്ട് മൂപ്പര് ചെയ്യും. പക്ഷെ ഈ ഒരു കഥാപാത്രം ഒരു രക്ഷയില്ല. ബിക്കോസ് പ്രണവിന്റെ മുകളിൽ ചില സമയങ്ങളൊക്കെ ധ്യാനം കയറി സ്കോർ ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് ആ ഒരു രണ്ട് കാലഘട്ടം കാണിക്കുന്ന സമയത്തെല്ലാം ആ ഒരു അപ്പിയറൻസും ആ ഒരു മൈന്യൂട്ടായ എക്സ്പ്രഷൻസും കാര്യങ്ങളിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ധ്യാനം ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇത് മലയാള സിനിമയിൽ ധ്യാനം വേണ്ട വിധത്തിലെ ധ്യാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ധ്യാനം വിചാരിക്കണം, നല്ല സീരിയസ് ആയിട്ട് കഥാപാത്രങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് ചവറ് പടങ്ങളിൽ ഒഴിവാക്കി നല്ല സിനിമയുടെ ഭാഗമാകാൻ നല്ല കഥാപാത്രങ്ങൾ ധ്യാനത്തേര് വരികയാണെങ്കിൽ അടിപൊളി വെർസറ്റൈൽ ആക്ടിങ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതേപോലെ പ്രണവ് മോഹൻലാൽ നമ്മള് ഫസ്റ്റ് 21-ാം നൂറ്റാണ്ടിലുള്ള സിനിമയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ബോറായിട്ട് നമുക്ക് തോന്നി. പിന്നെ ഹൃദയത്തിലേക്ക് വരുന്ന സമയത്ത്, ഹൃദയം കണ്ട സമയത്ത് നമുക്ക് ശരിക്കും ഇതില് പ്രണവിന്റെ ഉള്ളിൽ ഒരു മോഹൻലാൽ ഉണ്ട് അല്ലെങ്കിൽ ഒരു ആക്ടർ ഉണ്ട് എന്നുള്ള കറക്റ്റ് സംഭവം നമുക്ക് പിടികിട്ടി. ഇതിലേക്ക് വരുന്ന സമയത്ത് എഗെയിൻ രണ്ട് കാലഘട്ടത്തില് ധ്യാന പോലെ തന്നെ രണ്ട് കാലഘട്ടത്തിലെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് നല്ല മെച്യൂർ ആയിട്ട് അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി കറക്റ്റ് ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് അടിപൊളിയായിട്ട് പ്രണവ് മോഹൻലാൽ കട്ടക്ക് പിടിച്ചു നിൽക്കുന്നുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മണിക്കൂർ സിനിമയിൽ എപ്പോഴൊക്കെ പ്രണവ് മോഹൻലാലിനെ കാണിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് നമ്മളെ ലാലേട്ടനെ നമ്മൾ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ കാണാൻ പറ്റും മോഹൻലാൽ പഴയ ലാലേട്ടന്റെ ഓരോ ചിരിയിലും ആ ഒരു എക്സ്പ്രഷൻസിലും കാര്യങ്ങളും ഒക്കെ ലാലേട്ടൻ മിന്നി പറയുന്നുണ്ട്. അത് ഒരു എന്താണ് ഒരു നാച്ചുറൽ ആയിട്ട് വരുന്ന സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് സ്വന്തം അച്ഛന്റെ മോനല്ലേ ഇത്. സോ അങ്ങനെ തന്നെ വരും, അത് അങ്ങനെ സംഭവിക്കും, അങ്ങനെ വരും. ബേസിൽ ജോസഫും അതേപോലെ അജു വർഗീസും വിനീത് ശ്രീനിവാസനും അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഒരിക്കലും ഇമ്പോർട്ടൻസ് കുറഞ്ഞ ഒരു കഥാപാത്രങ്ങളല്ല. വിനീത് ശ്രീനിവാസൻ അവതരിപ്പിച്ച ആ കഥാപാത്രം ഇല്ലെങ്കിൽ ഈ സിനിമ മുമ്പോട്ട് നീങ്ങില്ല. അതേപോലെ അജു വർഗീസിന് കൊടുത്തിരിക്കുന്ന കഥാപാത്രം അടിപൊളി ഇമ്പോർട്ടൻസ് ഇല്ല ഒരു കഥാപാത്രമാണ്. അതും രണ്ട് കഥാപാത്രങ്ങൾ അജു വർഗീസിന് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ബേസിൽ ജോസഫും കറക്റ്റ് ആയിട്ട് പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നീരജ് മാധവ് ഇങ്ങനെ വന്നു പോകുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ മോനെ ഇന്റർവെല്ലിന് ശേഷം നിവിൻ പോളിന്റെ ഒരു അഴിഞ്ഞാട്ടായിരുന്നു. ശരിക്കും നിവിൻ പോളി അവതരിപ്പിച്ചത് തന്നെ സെൽഫ് ട്രോൾ ആയിക്കൊണ്ട്. നിവിൻ പോളി എന്ന റിയൽ ലൈഫിലെ നിവിൻ പോളിയെ ശരിക്കും ഇതിലൊരു ട്രോളാക്കിയിട്ട് സ്വയം തന്നെ മൂപ്പര് ട്രോളി അത്തരത്തിൽ ഗംഭീരാക്കിയിട്ട് പേര് ജസ്റ്റ് മാറ്റി നിതിൻ മോളിന്നോ അങ്ങനത്തെ ആക്കി വെച്ചിട്ട് സെൽഫ് ട്രോളാണ്. ശരിക്കും പറഞ്ഞ ഇന്റർവെല്ലിന് ശേഷം നിവിൻ പോളിയുടെ വക ചിരിയുടെ മാലപ്പുടം ഇങ്ങനെ കടകടാന്ന് ഇട്ടിട്ട് അത് സൂപ്പറായിട്ട് നിവിൻ പോളി എന്താ പറയാ ആ പാട്ടും എന്താണ് നിവിൻ പോളിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും അല്ലെങ്കിൽ എന്താണോ നിവിൻ പോളിക്ക് പറയാനുള്ളത് അതൊരു ക്യാരക്ടറിലൂടെ വിനീത് ശ്രീനിവാസൻ എന്താ കറക്റ്റ് പ്ലേസ്മെന്റ് കൊടുത്ത് നിവിൻ പോളിനെ കൂടെ അത് ചെയ്യിപ്പിച്ചു എന്നുള്ളത് വളരെ സൂപ്പറായിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സിനിമ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ മൊത്തം സിനിമേനെ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സോ ഈ സിനിമക്കുള്ളിലെ സിനിമ അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. എന്താണ് ആക്ടേഴ്സിനും അല്ലെങ്കിൽ പല ആൾക്കാരെയും അല്ലെങ്കിൽ അവരുടെ സിനിമാ ജീവിതവും സിനിമക്കുള്ളിലെ ചില കളികളും കാര്യങ്ങളും എല്ലാം കറക്റ്റ് കാണിക്കുന്നു. അത് പണ്ടത്തെ കാലഘട്ടത്തിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിലും കൂടെ കറക്റ്റ് കാണിക്കുന്നുണ്ട്. സോ ഞാൻ വീണ്ടും പറയുന്ന പോലെ 2024 എന്ന് പറഞ്ഞ വർഷം എന്താ പറയാ മലയാള സിനിമയെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ബിക്കോസ് വരുന്ന ഓരോ പടവും ഹിറ്റിലേക്ക് അടിക്കുകയാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എല്ലാ പടവും ഒരുമിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇതാ മറ്റുവശത്ത് ആവേശമുണ്ട്, ആവേശത്തിന്റെ പേര് ഞാൻ വരുന്നുണ്ട്. പക്ഷെ ഇത് വർഷങ്ങൾക്ക് ശേഷം ഒരു ഗംഭീര ഹിറ്റിലേക്കായിരിക്കും എന്തായാലും പോകുന്നത്. ഇത് ഫാമിലി ഓഡിയൻസ് ശരിക്കും ഏറ്റെടുക്കും. ബിക്കോസ് നമുക്കറിയാം വിനീത് ശ്രീനിവാസന്റെ എല്ലാ സിനിമയും നമുക്ക് ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സോ ഇപ്പൊ ഞാനിപ്പോ തിയേറ്ററിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഫാമിലി തന്നെയായിരുന്നു. പിന്നെ യങ്സ്റ്റേഴ്സ് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് റിലാക്സ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ചിരിച്ച് അല്ലെങ്കിൽ ചിന്തിപ്പിച്ച് അല്ലെങ്കിൽ കരയും ആ ഒരു ഇമോഷനിലും കൂടി നമുക്ക് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. സോ ഒട്ടും ആമാന്തിക്കണ്ട, നിങ്ങളെ ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങളെ ഫാമിലി ആയിട്ട് അടുത്തുള്ള തിയേറ്ററിലേക്ക് എത്രയും പെട്ടെന്ന് പോവാ. റിവ്യൂസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഗംഭീര പടം, ഒരു രക്ഷയില്ല. താങ്ക് യു ഗൈസ്.